മാർക്ക് ചാപ്റ്റർ 5 വേഴ്സസ് 1 to 20. സുജിത്ത് കയറിയല്ലേ, വന്നാൽ എത്തിയല്ലോ ഡ്യൂട്ടിയിൽ നിന്ന്. ഓക്കെ. മാർക്ക് ചാപ്റ്റർ 5 വേഴ്സസ് 1 to 20. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ഒരു 20 വാക്യം മുഴുവൻ അത് വായിക്കുന്ന നമുക്ക് പിന്നെ ഒത്തിരി എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് മുഴുവൻ ആരെങ്കിലും ഒന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഒന്ന് ശബ്ദമുയർത്തി ഒന്ന് വായിച്ചാൽ. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ച് വിലങ്ങ് ഉരുമ്മി ഓടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ടും ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേർ ലെഗിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോ എന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്ത് അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞു വീർപ്പ് മുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്ന് ലെഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തനെയും സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ ചെയ്തതും പ്രസ്താവിക്കണമെന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും തെക്കപ്പള്ളി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. നമുക്ക് 2 വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം അത് തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ളതാണ്. എന്നാൽ അത് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതെന്ന് കർത്താവ് ഞങ്ങളെ ഓർപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ സന്ധ്യമജ്ജകളെ പോലും തുളച്ചു ചെന്ന് ഒരു വലിയ പരിവർത്തനം വരുത്തുവാൻ തക്കവണ്ണം ഈ വചനം മൂലം കർത്താവ് സാധ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതൊരു ചുറ്റികയ്ക്ക് സമാനമാണ്. അത് അടിച്ച് ഞങ്ങളെ നിരത്തുവാൻ കർത്താവെ, ഞങ്ങൾ ദൈവസന്നിധിയിൽ എങ്ങനെ ആയിരിക്കണമോ അതുപോലെ ആയിത്തീരുവാൻ പിതാവ് ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ വചനം അവിടത്തേക്ക് ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. അവിടുന്ന് തന്നെ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകി തന്നാട്ട് കേൾക്കുന്ന എല്ലാവർക്കും സംസാരിക്കുന്ന അടിയനും അതൊരുപോലെ കർത്താവെ ഫലവത്തായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കിയാണ്. മഹത്വം എല്ലാം കർത്താവിടേക്കണം. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അഡ്മിറ്റ് ആകുന്നുണ്ട്. ഓക്കെ, ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മൾ കഴിഞ്ഞ ഈ ഒരു ടൈറ്റില് 5 മുതൽ 1 മുതൽ 20 വരെയുള്ള ഇവിടെ ഭയങ്കര മഴ നടക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത്. കാരണം ശബ്ദം ക്ലിയർ ആണല്ലോ? ആരെങ്കിലും ഒന്ന് കൈ കാണിച്ചാൽ ഓക്കെ ആണെങ്കിൽ ശബ്ദം ഓക്കെ. ബന്ധനത്തിൽ നിന്ന് ദൗത്യത്തിലേക്കുള്ള ഒരു യാത്ര നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. That is a testimony from the tomb. Okay, a journey from bondage to a mission. അതായത് കല്ലറയിൽ നിന്ന് ഒരു വലിയ സാക്ഷ്യം ഉളവാകുന്ന ഒരു രംഗം നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്.
യേശുവിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ജീസസ് റെസ്റ്റോഴ്സ് ഡിഗ്നിറ്റി ആൻഡ് പർപ്പസ് ടു ബ്രോക്കൺ ലൈഫ്സ്. യേശുക്രിസ്തു എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് തകർന്ന ജീവിതങ്ങൾക്ക് യേശു മാനവും ലക്ഷ്യവും പുനഃസ്ഥാപിക്കുന്നതായിട്ട് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് സ്റ്റോറിയാണ്. നമ്മൾ നോക്കുമ്പം ഇത് സാധാരണ ഞങ്ങളൊക്കെ ഒരുപാട് 100 വട്ടം വായിച്ചിട്ടുള്ള കഥയാണ്, സംഭവമാണ്. എന്നാൽ അത് സിമ്പിളായിട്ട് അങ്ങ് എടുക്കും, നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചങ്ങ് തള്ളിവിടത്തേ ഉള്ളൂ. എന്നാൽ അതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം ഈ പഴയ നിയമ രാജാക്കന്മാരുടെയൊക്കെ ചരിത്രം നമ്മൾ വായിക്കുമ്പം ചിലതൊക്കെ ഒറ്റ വാക്യം അല്ലെ 2 വാക്യം കൊണ്ട് ആ സംഭവം അങ്ങ് പറഞ്ഞു തീർക്കും. അവൻ ഇന്നടത്ത് ജാതനായി, ഇന്നാരായിരുന്നു അമ്മ, അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, ഒടുവിൽ അവൻ മരിച്ചു, അല്ലെ അവൻ ഇത്ര വർഷം രാജാവായി വാണു, അവൻ മരിച്ചു, ഇന്നടത്ത് അടക്കി, അതങ്ങ് തീർന്നു. 1 വാക്യം 2 വാക്യം കൊണ്ട് തീരുന്നു എന്നുള്ളതാണ്. അനേക പ്രധാന സംഭവങ്ങൾ പോലും ഒന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബൈബിളിലെ 1ഉം 2ഉം വാക്യങ്ങൾ കൊണ്ട് മിക്കവാറും അങ്ങ് എഴുതി തീർക്കാറുണ്ട്. എന്നാൽ ഈ ഒരു സംഭവത്തെ പറ്റി 3 സുവിശേഷകന്മാരാണ് ഇത് എഴുതിയിരിക്കുന്നത്. മത്തായിലുണ്ട്, മർക്കോസിലുണ്ട്, ലൂക്കോസിലുണ്ട്. 3 സുവിശേഷങ്ങളും ഈ ഒരു സംഭവം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആകെ 3 സുവിശേഷങ്ങൾ കൂടെ 41 വാക്യങ്ങളിൽ ഈ സംഭവം വിശദീകരിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി നമുക്ക് നൽകി തന്നിരിക്കുന്നു എന്ന് കാണാം. മത്തായിയുടെ സുവിശേഷം, മർക്കോസ് സുവിശേഷം നമ്മളിപ്പോൾ വായിച്ചത് 20 വാക്യങ്ങൾ അല്ലെ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അത് കാണാൻ 14 വാക്യങ്ങളിൽ. മത്തായി 8ന്റെ 28 മുതൽ 34 വരെ 7 വാക്യങ്ങൾ. അങ്ങനെ ഈ 41 വാക്യങ്ങളിൽ ഈ ഒരു സംഭവം നമ്മെ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് വിശദീകരിച്ച് ഓർമ്മിപ്പിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ആഴ്ച ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ കടലിന്മേൽ ബോട്ടയിൽ കയറി ഇക്കരയ്ക്ക് വന്ന് വേറെ ആരെങ്കിലും പറയട്ടെ. നീ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? എല്ലാരും ബൈബിളൊക്കെ തിരിച്ചു നോക്കുന്നുണ്ട് 4-ാം അധ്യായത്തിന്റെ അവസാനത്തേക്ക് അല്ലേ. എന്താ നമ്മൾ പഠിച്ചത്? സന്ധ്യ ആയപ്പോൾ യേശു പറഞ്ഞു നാം അക്കരയ്ക്ക് പോകാം അല്ലേ, നാം അക്കരയ്ക്ക് പോകാം. എന്നിട്ട് വലിയൊരു സംഭവത്തിൽ കൂടെ യേശുവും ശിഷ്യന്മാരും കടന്നു പോകുന്നു. കൊടുങ്കാറ്റടിക്കുന്നു, വള്ളം മുങ്ങാറായി അല്ലേ. യേശു സുഖമായി നിദ്ര കൊള്ളുന്നു, ഉറങ്ങുന്നു വള്ളത്തിന്റെ അടിയിൽ, വള്ളത്തിനുള്ളില്. ഈ വെള്ളം കയറുന്നു, ഒന്നും യേശു അറിയാതെ, അവരെ പറ്റി ഒരു ചിന്തയുമില്ലാതെ ഉറങ്ങുന്നു എന്നുള്ള ധാരണയിലാണ് അവര് യേശുവിനെ വിളിച്ചുണർത്തുന്നതും യേശു ഒറ്റ വാക്കിൽ കടലിനെ ശാന്തമാക്കി അവർ യാത്ര മുൻപോട്ട് പോകുന്നതും. ആ സംഭവം ഇതിനോട് കണക്ട് ചെയ്ത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയാൻ കാരണം, ഈ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ യേശു എന്ത് ചെയ്യുകയായിരുന്നു? അനേക പുരുഷാരം വന്നുകൂടിയിടത്ത് അവൻ വചനം സംസാരിക്കുകയായിരുന്നു. അത്ഭുതങ്ങൾ ചെയ്തു, രോഗശാന്തികൾ നടക്കുന്നു. വലിയ പുരുഷാരം, ശിഷ്യന്മാർ ഉണ്ട്, ഇന്നർ ക്യാബിനറ്റ് അവിടെ ഉണ്ട്, ഒരു ഔട്ടർ ക്യാബിനറ്റ്, മറ്റ് സാധാരണ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ അനേക പൊതുജനങ്ങൾ കൂടിയിട്ടുണ്ട്. ആരെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു VIP വരുമ്പോൾ ജനങ്ങളെല്ലാം കൂടുന്നത് പോലെ അനേകർ. ചിലർക്ക് യേശുവിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേൾക്കണം, അത് മധുരമായിരുന്നു. ചിലർക്ക് യേശു കാണിക്കുന്ന സംഭവങ്ങൾ കാണണം, അത്ഭുതങ്ങൾ കാണണം. ചിലർക്ക് രക്ഷ വേണം, സൗഖ്യം വേണം, ശാരീരിക രക്ഷയ്ക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളാൽ ഇവരൊക്കെ അവിടെ കൂടി വന്ന് യേശുവിനോടൊപ്പം ആയിരുന്നു എന്നുള്ളതാണ്. യേശു സാധാരണ ഒരു ദിവസത്തെ പ്രയത്നത്തിന് ശേഷം മറ്റ് ഭാഗങ്ങളിലൊക്കെ നാം കാണുന്നത് യേശു സന്ധ്യയായപ്പോൾ മലയിലേക്ക് കയറിപ്പോയി. അല്ലെ ബ്രദർ സജീവ്? അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നേ? അവിടെ യേശു മലയിലേക്ക് കടന്നുപോയി, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു വന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചെന്ന് കഴിഞ്ഞാൽ അല്പം ഉറങ്ങിയും കാണും, കാരണം ക്ഷീണമുണ്ടല്ലോ. പകൽ മുഴുവൻ പ്രയത്നിച്ചു. യേശു പൂർണ്ണ ദൈവമാകുമ്പോൾ പൂർണ്ണ മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ആ പൂർണ്ണ മനുഷ്യത്വത്തിൽ ഉറങ്ങേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ കപ്പലിൽ ഈ വള്ളത്തെ കയറിയപ്പോഴും യേശു ഉറങ്ങിപ്പോയത്. കാരണം അവന്റെ മനുഷ്യത്വത്തെ അത് കാണിക്കുകയാണ്.
അപ്പോൾ യേശു ഇവിടെ ആയിരുന്ന സമയത്ത് വളരെ ക്ഷീണിച്ചു. ഫുൾ ഡേ മിനിസ്ട്രി ആയിരുന്നു അല്ലേ, ജനങ്ങളുമായിട്ട് മിനിസ്ട്രി ഇതൊക്കെ ചെയ്തു. ഇതെല്ലാം പല ഉപമകളൊക്കെ പറഞ്ഞും ഒക്കെ അവരെ മനസ്സിലാക്കി. അവർക്കറിയാവുന്ന ഭാഷയിൽ വിത്ത് വിതപ്പാൻ പുറപ്പെടുന്ന കഥകളും, ശബരിക്കാരത്തിൽ നമുക്കറിയാമല്ലോ, വെള്ളം കോരാൻ വന്നപ്പോ വെള്ളത്തിന്റെ, നിത്യജീവന്റെ വെള്ളം, അതൊക്കെ പറഞ്ഞ് ആ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ യേശു പറഞ്ഞ് ഉദാഹരണങ്ങൾ സഹിതം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളൊക്കെ എടുത്തു കാണിച്ചാണ് യേശു പലപ്പോഴും അവിടെ പറഞ്ഞിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു ഫുൾ ഡേ യേശു പ്രയത്നിച്ചതിന് ശേഷം വാട്ട് ഷുഡ് ഹാവ് ബീൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? സാധാരണ നമ്മൾ കാണുന്നത് യേശു വെന്റ് അപ്പോൺ ദ മൗണ്ടൻ. അവിടെ കല്ലായിരിക്കും എടുത്ത് തലയണ വെച്ചിട്ട് യേശു അല്പസമയം ഉറങ്ങുന്നു, പിന്നെ ഉണരുന്നു, പിതാവുമായിട്ട് സംസർഗം, പിതാവുമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് യേശു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം യേശു പെട്ടെന്ന്, കാരണം ശിഷ്യന്മാർക്ക് പോലും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല, അവർ പെട്ടെന്ന് അവരോട് പറയുകയാണ്, വള്ളം ഒരുക്ക്, നമുക്ക് അക്കരയ്ക്ക് പോകാം. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് സന്ധ്യയ്ക്കുള്ള യാത്ര, ഈ രാത്രി മുഴുവൻ യാത്ര ചെയ്യണം. അപ്പോൾ ഇത്ര ക്ഷീണിച്ചുള്ള ശിഷ്യന്മാരും അപ്പൊ എങ്ങനെ അവർ യാത്ര ചെയ്യും? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് കാരണമായി തീർന്നത് എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്നാണ് അവനൊരു കപ്പൽ ഒരു വള്ളത്തിലോട്ട് പോയി ഇരുന്നിട്ട് പറയുന്നത്, ലെറ്റസ് ഗോ അതർ ഷോർ, മറ്റേ തീരത്തേക്ക് നമുക്ക് കടന്നു പോകാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം നാം കാണുമ്പോൾ 4-ാം അധ്യായത്തിന് 35 മുതൽ 41, മാർക്ക് ചാപ്റ്റർ 4 35 to 41 we can see that one. അവര് വിഷമത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവര് വിളിച്ചുണർത്തി യേശു അവരെ ശാസിക്കുന്നതിന് മുൻപ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചല്ലത്, അവരെ ശാസിക്കുന്നതിന് മുൻപ് യേശു എന്താണ് പറഞ്ഞത്? അവൻ കടലിനെ നോക്കി, കാരണം വളരെ കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു, വലിയ വിഭ്രമങ്ങൾ നടക്കുന്നു, വലിയ അൺനാച്ചുറൽ തിങ്സ് ആണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ വാക്ക്, കടലെ ശാന്തമാകൂ, അല്ലെ, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്നുള്ള ഒറ്റ 2 വാക്കുകൾ കൂടെ ഹല്ലേലൂയ, വലിയ സംഭവങ്ങൾ, അവരുടെ ജീവിതത്തിൽ അടിച്ച കൊടുങ്കാറ്റൊക്കെ ഒരു നിമിഷം കൊണ്ട് യേശു ശാന്തമാക്കി. അപ്പോൾ ഉറങ്ങിക്കിടന്ന യേശു, കർത്താവ് യേശുവിന്റെ പൂർണ്ണ ദൈവത്വത്തെ, പൂർണ്ണ മനുഷ്യത്വത്തെ കാണിക്കുമ്പോൾ അവൻ ഈ തിരമാലകളെ അടക്കി, ഈ പ്രകൃതിയെ ഒറ്റ വാക്കാൽ കൽപ്പിച്ച് അടക്കുന്നത് അവന്റെ പൂർണ്ണ ദൈവത്വത്തെ കാണിക്കുകയാണ്. കാരണം ഒരു മനുഷ്യനും സാധിക്കാത്ത കാര്യം യേശു കർത്താവ് ഒറ്റ മിനിറ്റ് കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് സാധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വായിച്ചത് അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഇതുവരെ അവരുടെ ഭയം കാറ്റിനെ ആയിരുന്നു, കടലിനെ ആയിരുന്നു, മുങ്ങുന്ന വള്ളത്തെ ആയിരുന്നു, വെള്ളം ഇരച്ച് കയറുന്നതിനെ ആയിരുന്നു, അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള വിഭ്രാന്തി, ഇതൊക്കെ ഓർത്ത് അവർ വളരെ ഭയപ്പെട്ടവർ ഇപ്പോഴതെല്ലാം മാറി. ആ ജീവിതത്തിന്റെ ഭ്രമങ്ങളെല്ലാം മാറി. ഇപ്പൊ അവരുടെ ഭ്രമം ആരോടാ? അവരുടെ ഭയം ആരോടാണ്? ഈ സംഭവം നടന്ന യേശു ക്രിസ്തുവിനോടാണ്. കാരണം ഇവൻ നമ്മൾ വിചാരിക്കുന്നൊന്നും അല്ല. കാരണം ഇന്നുവരെ യേശുവിന്റെ ചില സൗഖ്യങ്ങളോ അത്ഭുതങ്ങളോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ യേശു അതിലും ഉയർന്നതാണ്. സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് ഒറ്റ വാക്കാല് അതിനെ ശാന്തമാക്കുവാൻ കഴിവുള്ളവനാണല്ലോ എന്ന് അവർ ചിന്തിക്കുകയുണ്ടായി. ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് യേശു പിറ്റേ ദിവസം വലിയ ശുശ്രൂഷകളൊക്കെ ഉണ്ട്, നമുക്കറിയാം. അതിനുവേണ്ടി യേശു പോകുമ്പോൾ വൈ ദിസ് സഡൻ ജേണി? എന്തുകൊണ്ടാണ് യേശു പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് വള്ളത്തേലിരുന്ന് ശിഷ്യന്മാരുമൊത്ത് കടന്നു പോകുവാൻ ആഗ്രഹിച്ചത്? എന്തെങ്കിലും ആർക്കെങ്കിലും അതിന് കാരണം പറയാമോ? എന്തുകൊണ്ടാണ് യേശു ഇന്നിപ്പം മർക്കോസ് 5:1 മുതൽ 20 വരെ വായിച്ചത് ഇപ്പൊ മനസ്സിൽ നിന്ന് മാറ്റുക. ഈ തലേ ദിവസം അന്ന് രാത്രിയിലത്തെ കാര്യമാണ്. രാത്രിയില് എന്തുകൊണ്ടാണ് യേശു പെട്ടെന്ന്, അല്ലെങ്കിൽ ഉറങ്ങേണ്ട സമയമാണ്, റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, മലമേൽ പോയി പിതാവിനോട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്, യേശു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പതിവിന് വിപരീതമായിട്ട് യേശു ശിഷ്യന്മാരോട് പെട്ടെന്ന് കൽപ്പിച്ചിട്ട് വള്ളത്തേൽ യാത്ര ചെയ്യുകയാണ്. കാരണം ആർക്കെങ്കിലും ഒന്ന് സൂചിപ്പിക്കാമോ? ഒന്ന് പറയാമോ? അത് എന്തുകൊണ്ടായിരുന്നു എന്ന്? എന്തെങ്കിലും ആഗ്രഹം ക്രിസ്തുവിന്റെ മനസ്സിലുണ്ടായിരുന്നോ? കാറ്റും കടലും അവന്റെ കൺട്രോളിലാണ്. അപ്പൊ അവര് ആ ദൈവത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ഓക്കെ, പ്രൈസ് ഗോഡ്. അതെ, അപ്പോൾ അവൻ സാക്ഷാൽ ദൈവമാണ്.
പരിപൂർണ നിയന്ത്രണം യേശുവിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതൊക്കെ അതൊരു കാര്യം. ഓക്കെ, എനി അതർ തിങ്സ്? മറ്റെന്തെങ്കിലും? ഒരു കാര്യം ഓർക്കണം, ഞാൻ പറയാം. ചില കുറെ പോയിന്റ്സ് ഉണ്ട് അതിനകത്ത് കേട്ടോ, നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന്, റെസ്റ്റ്, അല്ലെ? ഇതൊരു റിട്രീറ്റ് ആയിരുന്നു. ശിഷ്യന്മാരൊക്കെ മുഴുവൻ ദിവസവും യേശുവിനോടൊപ്പം ആയിരുന്നു, കഷ്ടപ്പെട്ടു, ക്ഷീണിച്ചു, അല്ലെ? ഇതെല്ലാം കഴിഞ്ഞിട്ട് യേശു ഇവർക്കൊരു റെസ്റ്റ് കൊടുക്കുകയാണ്. ഇവരെയും കൊണ്ട് നല്ല വള്ളത്തേല് കാറ്റ്, അല്ലെ, നല്ല സുഖമായ കാറ്റും ഒക്കെ വെച്ച് എല്ലാ ശിഷ്യന്മാരും വള്ളം തുഴഞ്ഞുകൊണ്ട് പോവുകയല്ലോ. ഒന്നോ രണ്ടോ പേര് ഉപയോഗിക്കും, ബാക്കി പായൊക്കെ കെട്ടി അങ്ങനെ കാറ്റടിപ്പിച്ചാണല്ലോ ഇത് പോകുന്നത്, കാറ്റ് പിടിച്ചാണല്ലോ ഈ വള്ളം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ പേര് പ്രയത്നിക്കും, ബാക്കി എല്ലാവരും റെസ്റ്റ് എടുക്കേണ്ട സമയങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രയത്നങ്ങളിൽ നിന്ന് ഒരു അല്പസമയത്തെ ഒരു റിട്രീറ്റ് ആയിരുന്നു, ഒന്നിച്ച് യേശുവും ശിഷ്യന്മാരും കൂടെ ഉള്ള എ സ്പേസ് away from crowds. Okay, that's the number one point. It was a resting time, a space away from the crowds. ഈ പുരുഷാരത്തിൽ നിന്ന് എല്ലാം ഒന്ന് അകന്ന് അല്പസമയം യേശുവും ശിഷ്യന്മാരും തനിച്ച് ഒന്ന് ആയിരിക്കുക. ഒന്ന്. രണ്ട്, ഇറ്റ്സ് എ പ്രൈവറ്റ് ടൈം വിത്ത് ഡിസൈപ്പിൾസ്. ഈ ഉപമകളൊക്കെ അവൻ പൊതുവായിട്ടൊക്കെ പറഞ്ഞ് പൊതുജനത്തെ ധരിപ്പിക്കുമ്പോൾ ഈ ശിഷ്യന്മാർക്ക് അറിയണം ഇതിന്റെ കാതലായ കാര്യം എന്താണ്. എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, ഓരോ കാര്യം കഴിയുമ്പോഴും ശിഷ്യന്മാർ ചോദിക്കും, കർത്താവേ, എന്തായിരുന്നു അതിന്റെ അർത്ഥം? നീ പറഞ്ഞതിന്റെ അർത്ഥം, വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു, അതിന്റെ അർത്ഥം എന്തായിരുന്നു, അല്ലെ? എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ യേശു ഇവരെ കൊണ്ടുപോകുന്നത് അല്പസമയം ഒരുമിച്ച് ആയിരിക്കാം, പ്രൈവറ്റ് ടൈം. ഓക്കെ, നോട്ട് ഓൺലി ദ റെസ്റ്റ്, അവർ ഒന്നിച്ച് ഒരു വിശ്രമം, ഒരു റിട്രീറ്റ്, ബദ്ധപ്പാടുകളിൽ നിന്ന് അകന്ന അല്പസമയം. അതോടൊപ്പം തന്നെ ഇറ്റ് വാസ് എ പ്രൈവറ്റ് ടൈം വിത്ത് ഡിസൈപ്പിൾസ്, ടൈം ഫോർ ഷെയറിങ് ഇമ്പോർട്ടന്റ് മാറ്റേഴ്സ് വിത്ത് ഡിസൈപ്പിൾസ്. അതൊരു ഇന്നർ ക്യാബിനറ്റ് ആണ്, അല്ലെ? അവരുടെ ഇന്നർ ക്യാബിനറ്റാ. ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞു, അതിന്റെ അർത്ഥം എന്തായിരുന്നു? അപ്പോൾ ഈ ശിഷ്യന്മാരെ ഒന്ന് പ്രബോധിപ്പിക്കുവാൻ, അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ, യേശുവുമായിട്ട് ചേർന്നുള്ളതായ അവർ വളർന്നു വരുവാനുള്ള യേശുവിന്റെ ആഗ്രഹം. ഞാനും നിങ്ങളും ഇപ്പം പൊതുവായിട്ടൊന്ന് രക്ഷിക്കപ്പെട്ടു, കർത്താവിലായി. എന്നാൽ വി നീഡ് പ്രൈവറ്റ് ടൈം വിത്ത് ജീസസ്, അല്ലെ? ഒന്നിച്ച് നമുക്കൊരു റിട്രീറ്റ് വേണം. ബദ്ധപ്പാടിൽ നിന്നൊക്കെ അല്പസമയം ഒഴിഞ്ഞിരുന്ന് യേശുവുമായിട്ട് അല്പനേരം സംസർഗം. അതുതന്നെ യേശു പിന്നെ നമുക്ക് ഉപദേശങ്ങൾ തരികയാണ്, നമ്മെ മനസ്സിലാക്കി തരിക. ചില മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയതായ ചില മർമ്മങ്ങളെ ദൈവം ആ പ്രൈവറ്റ് ഡിസ്കഷനിൽ കൂടെ, അല്ലെ, നമ്മൾ വചനം വായിച്ച് യേശുവുമായിട്ട് നാം സംവാദിക്കുമ്പോൾ യേശു നമുക്കത് മനസ്സിലാക്കി തരുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. മൂന്നാമത്, ഷീബ പറഞ്ഞതുപോലെ അതോറിറ്റി ഓവർ ക്രിയേഷൻ, അല്ലെ? എ സ്റ്റോം കാംഡ് ബൈ, ഒറ്റ വാക്കുകൊണ്ട് കൊടുങ്കാറ്റ് അടങ്ങി. ഇറ്റ് റിവീൽസ് ജീസസ് ആസ് ലോർഡ് ഓവർ നേച്ചർ. പ്രകൃതിക്ക് മുകളിൽ അവൻ കർത്താവാണ്, അതിനെ നിയന്ത്രിക്കുന്ന കർത്താവാണ് എന്ന് അവരെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അനദർ റീസൺ, മൂന്നാമത്തെ റീസൺ. നാലാമത്, സ്ട്രെങ്തനിങ് ഡിസൈപ്പിൾസ് ഫെയ്ത്ത്. അതായത് അവരൊരു പരീക്ഷയിൽ കൂടെ കടന്നു പോകുകയാണ്, പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുകയാണ്. യേശു അവിടെ ഉണ്ട്, ഉറങ്ങുന്നു. എന്നിട്ടും യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും ഈ ശിഷ്യന്മാർ ഭയപ്പെട്ടതായിട്ട് നാം കാണുന്നുണ്ടല്ലേ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ എന്റെ ഉള്ളിൽ ക്രിസ്തു വാഴുകയാണ്, അല്ലെ? നിങ്ങളുടെ ഹൃദയം അവന്റെ മന്ദിരമല്ലോ എന്ന് യേശു അവിടെ കൊരിന്ത്യരിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ പോകുന്നിടത്തൊക്കെ യേശു എന്റെ കൂടെ വരുന്നു. ഞാൻ ചെയ്യുന്നതെല്ലാം യേശു കാണുന്നു, യേശു അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, എല്ലാ സംഭവങ്ങളും. അപ്പൊ ഈ ശിഷ്യന്മാരുടെ കൂടെ യേശു ഉണ്ട്, എന്നിട്ടും ഇവര് പരീക്ഷയിൽ കൂടെ കടന്നുപോയി. അപ്പോൾ യേശുവിന്റെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിട്ടും, അല്ലെ, ശിഷ്യന്മാർക്ക് പ്രശ്നവും പ്രതികൂലവും വന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം പ്രത്യേകം സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുണ്ടായ പരീക്ഷ, അവർക്കുണ്ടായ ആ പ്രശ്നം അവരുടെ വിശ്വാസത്തെ, യേശുവിനുള്ള ആശ്രയത്തെ വർദ്ധിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഓക്കെ, ജീസസ് റിലയൻസ് ഓൺ ഹിം ഇൻ ഓൾ സിറ്റുവേഷൻസ്. ഏതൊരു സംഭവം വന്നാലും യേശു ഈ ഒരു ട്രെയിനിങ് ഇവർക്ക് കൊടുത്ത എന്തിനാ? യേശു അവിടെ ഉള്ളപ്പോൾ തന്നെ യേശു ഉറങ്ങുന്നതായിട്ടൊക്കെ ഭാവിച്ച് കടന്നു. യേശു അറിയുന്നില്ല ഇതെല്ലാം, അവന്റെ ഉറക്കത്തിലും അറിയുമല്ലോ. അപ്പോൾ യേശു അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു കൊടുങ്കാറ്റിനെ വരുത്തി ഇവർക്കൊരു പ്രശ്നത്തെ നൽകി കൊടുത്തത്, പ്രിയ ദൈവജനമേ, നാം മനസ്സിലാക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ഒത്തിരി അടിക്കും, അല്ലെ? ആ കൊടുങ്കാറ്റിനെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാനുള്ള ഒരു വലിയ ട്രെയിനിങ് ആണ്
യേശു പറഞ്ഞു. കാരണം യേശു പറഞ്ഞല്ലോ, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഐ വിൽ ബി വിത്ത് യു ഫോർ എവർ അണ്ടിൽ ദ എൻഡ് ഓഫ് ദ ഏജ്. അല്ലേ? എന്നും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ കൂടെ യേശു കർത്താവ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ വഴികളിലും നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും യേശു കർത്താവ് അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒന്നും യേശുവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല പ്രിയമുള്ളവരെ. എല്ലാം കർത്താവാണ്. അപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ കർത്താവിനെ സ്വീകരിച്ച്, കർത്താവിനെ വായുകൊണ്ട് ഏറ്റു പറഞ്ഞ് എന്റെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യേശു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ, ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് കഴിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, ഓരോ കാര്യങ്ങളും ദൈവം കാണുന്നു, രേഖപ്പെടുത്തുന്നു, ഓർമ്മ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പാപം എന്നുള്ളത് എന്താണെന്ന് നമ്മൾ ആരും പറയേണ്ട ആവശ്യമില്ല. ഞാനെപ്പോഴും പലപ്പോഴും പറയാനുണ്ട്, എന്തൊക്കെ ഈ പാപം, ഏതായി പാപം, അല്ലെ? എന്തൊക്കെ പാപമാണ്? ഒരു സിനിമാ തിയേറ്ററിൽ പോകുന്ന പാപമാണോ? ഒന്ന് ബാറിൽ പോയി ഒരു പെഗ് കള്ളു കുടിക്കുന്നത് പാപമാണ്? ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട്. എന്നോടൊക്കെ നേരത്തെ ഒക്കെ ചോദിച്ചു. ഞാൻ എയർഫോഴ്സിലൊക്കെ കള്ളിന്റെ മധ്യത്തിലായിരുന്നു, മനസ്സിലായില്ല? അവിടെ ഇഷ്ടം പോലെ ഫ്രീ കള്ളും ചീപ്പായിട്ടുള്ള കള്ളും ഒക്കെ ഇഷ്ടം പോലുള്ളതാണ് എയർഫോഴ്സ്, മിലിറ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ മധ്യത്തിൽ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ചിലർ ചോദിക്കും, കൊച്ചു വിശ്വാസികൾ, പുതുതായിട്ടൊക്കെ വന്നവര്, അല്പം ഒന്ന് കുടിച്ചാൽ എന്തോ അങ്കിളെ, അതിനെന്തോ വന്നു? ഞാൻ അവരോട് പറയാറുള്ളത് ഇതാണ്, നമ്മൾ പാപത്തിന്റെ പട്ടികയൊന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല. എന്റെ ഉള്ളിൽ യേശു വസിക്കുന്നു. ഒരു സിനിമാ തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ട് ഞാൻ അവിടെ 3 മണിക്കൂർ ഇരുന്ന് ഒരു സിനിമ കാണുമ്പോൾ യേശു എന്നോടൊപ്പം ഉണ്ടെന്ന് ഓർക്കണം, മനസ്സിലായല്ലേ? യേശു എന്റെ ഉള്ളിലുണ്ട്. യേശുവിന് അതിനുള്ളതായ മനസ്സുണ്ടോ? യേശുവിന് അതിനുള്ളതായ ക്ഷമയുണ്ടോ? എന്നോടൊപ്പം ഇരുന്ന് ആ മരത്തിന് ചുറ്റും ഓടുന്നതും ആ പ്രേമ സീനും ആ മർഡർ സീനും ഇതൊക്കെ കാണുവാനുള്ളതായ ആഗ്രഹം, ഇച്ഛ യേശുവിനുണ്ടോ എന്ന് ചിന്തിക്കുക. ഒരു ബാറിൽ പോയി നമ്മൾ ഒരു പെഗ്ഗേ കുടിക്കുന്നുള്ളായിരിക്കും, 2 പെഗ്ഗേ കുടിക്കത്തുള്ളായിരിക്കും. പക്ഷെങ്കിൽ ആ ബാറിൽ യേശു എൻ്റെ കൂടെ വരുമോ? അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും യേശു എൻ്റെ കൂടെ ഉണ്ട്, ആ യേശു അത് കാണുന്നു എന്നുള്ളതായ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യും. കാരണം ഒരു സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ഒരു ബാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മറ്റ് സാധാരണ പാവങ്ങളായ വിശ്വാസികളെ കാണുമ്പോൾ അവരെന്ത് ധരിക്കും? അയ്യോ, ഇതൊരു ദൈവവേദനല്ലയോ, ഇവൻ എങ്ങനെ അവിടെ കടന്നുപോയി, അല്ലേ? ആ ഒരു ചോദ്യം വരാനിടയുണ്ട്. അതുകൊണ്ട് അത് ബലഹീന വിശ്വാസികൾക്ക് എപ്പോഴും ഒരു തടസ്സമായിട്ട്, ഒരു തടങ്കൽ പാറയായിട്ട് വരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മളുടെ ജീവിതം നാം കഴിക്കണമെന്ന് പ്രത്യേകം നാം പറയുന്നത്. അപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ യേശു കൂടെ ഉണ്ട്. അപ്പോൾ ഈ ശിഷ്യന്മാർ, യേശുവിനറിയാം ഈ ശിഷ്യന്മാർ ഇനി തനിയെ ആകാൻ പോവുകയാണ്. അല്പസമയം കഴിയും യേശു ക്രിസ്തു ക്രൂശന്മേൽ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് യേശു കടന്നു പോകും. പിന്നെ ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പൊ ഞാൻ ഇത് വായിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, തോമസ് അപ്പോസ്തലൻ, അല്ലെ, സെന്റ് തോമസ് AD 52 യാത്ര ചെയ്ത് യെരുശലേമിൽ നിന്ന് ഇന്ത്യയുടെ ഈ കോണിൽ വന്ന് ഇറങ്ങിയത് എങ്ങനെയാ? അന്ന് വലിയ സ്റ്റീം ബോട്ടോ എഞ്ചിനോ അങ്ങനത്തെ ഒന്നുമില്ല, അല്ലെ? പ്ലെയിൻ ഒന്നുമില്ല. വെറും വള്ളത്തേല്, പാക്കപ്പല്, കൊച്ചു വള്ളം, അല്ലെ? കെട്ടി കാറ്റിന് അനുസരിച്ച് കഷ്ടപ്പെട്ട് എന്ത് റിസ്ക് എടുത്ത് കടന്നു വരുമ്പോൾ ഈ ഒരു അനുഭവം അവന്റെ മനസ്സിലുണ്ട്. കാരണം യേശു അന്ന് കൂടെ ഉണ്ടായിരുന്നു ഫിസിക്കലായിട്ട്. അന്ന് യേശു ശാന്തമാക്കി. അപ്പോൾ ആ യേശു ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. ഏത് സംഭവത്തിനും, നമ്മുടെ ജീവിതത്തിന്റെ ഏത് പരിഭ്രാന്തമായ കാര്യങ്ങൾ വരുമ്പോഴും പ്ലീസ് റിമെമ്പർ ദ ലോർഡ് ഈസ് വിത്ത് us ആൻഡ് ഹി വിൽ സസ്റ്റെയിൻ us. അപ്പോൾ അവർക്ക് ആ പരീക്ഷയിൽ ഒന്ന് വിജയിച്ചു വരുവാൻ തക്കമുള്ളതായ വലിയൊരു എക്സ്പീരിയൻസ് ആണ് യേശു ഈ സംഭവത്തിലൂടെ അവർക്ക് നൽകി കൊടുത്തത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, 5ാമത്തെ കാര്യം, മൂവിങ് ബിയോണ്ട് ജൂയിഷ് ടെറിട്ടറി. ഇപ്പം എങ്ങോട്ടാ ഇവര് പോകുന്നതെന്നറിയാമോ? ദക്കാപ്പോലിക്ക എന്ന് പറയുന്ന സ്ഥലം, ദിക്കാപ്പോലിസ്. ഓക്കെ, അത് കടലിന്റെ ഗദരദേശത്ത് അക്കരയാണ്. ഈ കടലിന്റെ അക്കരയാണ്. ഇക്കരെ യെരുശലേമാണ്, ഇസ്രയേലാണ്, യഹൂദ പട്ടണങ്ങളാണ്. അപ്പോൾ ഇവർ യഹൂദയിൽ ജനിച്ചു വളർന്നവരാണ്. ശിഷ്യന്മാരൊക്കെ അവിടെ ഉള്ളവരാണ്. ഇവരെല്ലാം ഇന്നുവരെയും സുവിശേഷം പറഞ്ഞത്, വരുവാനുള്ള രാജ്യത്തെ പറ്റി പറഞ്ഞതൊക്കെ എവിടെയാ? ഈ യഹൂദദേശത്താണ്. ഇപ്പോൾ യേശു ഇവരോടെല്ലാം പറഞ്ഞ്, നിങ്ങൾ ബോട്ടിലിരിക്കെ, നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ജാതികളുടെ മധ്യത്തിലേക്ക് സുവിശേഷവുമായിട്ട് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് കടന്നു പോവുകയാണ്. അവിടെ ആ ഒരു വള്ളത്തേൽ പോകുമ്പോഴുള്ള സംഭവങ്ങൾ എന്തൊക്കെ നടക്കും നമ്മളങ്ങ് കാഷ്വലി വായിച്ചു പോകും. പക്ഷെങ്കിൽ യേശു അവരെയും കൊണ്ട് ജീസസ് വാസ് ഇൻട്രൊഡ്യൂസിങ് ദം ഫോർ എ ഗ്ലോബൽ മിനിസ്ട്രി. ഇന്നിപ്പോ നമുക്ക്
നമ്മുടെ ഒക്കെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സുവിശേഷം അറിയിക്കാം, അതിന് പ്രശ്നമില്ല. പക്ഷെങ്കിൽ ആര് ആഫ്രിക്കയിലേക്ക് പോകും, അല്ലെ? ആര് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും എന്നുള്ളതായ ചിന്ത നമുക്ക് പ്രത്യേകം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ പ്രത്യേകം സഹായിക്കട്ടെ. അപ്പോൾ അവരെ പ്രിപ്പയറിംഗ് ഫോർ ഗ്ലോബൽ മിഷൻ ദിക്കാപോളിസിലേക്ക് കൊണ്ടുപോകുന്നത്. ആറാമതായിട്ട് അവിടെ ആരെയാ കാണാൻ പോകുന്നത്? 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 20 വരെ നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് ഒരു ലഗ്യോൻ പിടിച്ച ഒരു ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ കാണുകയാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കഥാപാത്രമുണ്ട്, നാറാണത്ത് ഭ്രാന്തൻ, അല്ലെ? നാറാണത്ത് ഭ്രാന്തൻ കല്ലെടുത്ത് ഇടിച്ചും കല്ല് മറ്റുള്ളവരെ എറിഞ്ഞും ഒക്കെ കഴിയുന്ന ഒരു നാറാണത്ത് ഭ്രാന്തനെ പോലെയുള്ള ഒരു മനുഷ്യൻ, അല്ലെ? വളരെ കഷ്ടതയിൽ കൂടെ ഈ മനുഷ്യൻ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഒരു മനുഷ്യനുമായിട്ടുള്ളതായ ഇടപെടൽ ഷോസ് ഹിസ് സുപ്രീമസി ഇൻ ദ സ്പിരിച്വൽ റം. അപ്പോൾ ഒരു ആത്മീയ ലോകത്തില് ആദ്യം ഭൗതിക ലോകത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങളെ യേശു തരണം ചെയ്ത് കാണിക്കുകയാണ്. രണ്ടാമതായിട്ട് കാണുന്നത് ആ ഒരു സ്പിരിച്വൽ വേൾഡിന്, ആത്മീയ ലോകത്ത് ഈ ഭൂതങ്ങളെ പൈശാചികൻ കാണാത്ത രീതിയിൽ അവർ അന്ധകാര ശക്തികളായിട്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവരെ നേരിടുന്ന ഒരു രംഗം കാണുന്നുണ്ട്. അവിടെ എത്രയാ ഭൂതങ്ങള്? 6000, അല്ലെ? ഒരു ലീജിയൻ എന്ന് പറഞ്ഞാൽ 6000 പടയാളികളാണ്. ഞങ്ങളുടെ കമാൻഡ്, ഞങ്ങളുടെ ബ്രിഗേഡ്, അല്ലെ? ഒരു ബ്രിഗേഡ്, ഒരു ബ്രിഗേഡിയർ അതിന്റെ കമാൻഡറാണ്. ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ, അതായത് മൊത്തം ഒരു ഗ്രൂപ്പിന്റെ ക്യാപ്റ്റനാണ് ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ. അങ്ങനെയുള്ളതായ ഒരു ലെവലില് 6000 പടയാളികൾ എന്ന് പറയുമ്പോൾ മിലിറ്ററി പ്രകാരം ഞങ്ങൾ നോക്കുമ്പോൾ 6000ത്തിന്റെ സംഖ്യ വലിയൊരു യൂണിറ്റ് ആണ്. ഭയങ്കര ഒരു എയർഫോഴ്സ് സ്റ്റേഷനാണ്, വലിയ സ്റ്റേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു സംഖ്യയാണ് പ്രിയമുള്ളവരെ ഈ സാധുവായ ഒരു മനുഷ്യന്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബെയൽസബൂല് പോലെ ആ മെയിൻ പിശാച് അവന്റെ കുട്ടിച്ചാത്തന്മാരെ എല്ലാം ഇവന്റെ ഉള്ളിലാക്കിയിരിക്കുകയാണ്. സുഖമായിട്ട് അവന്റെ ഹൃദയത്തിൽ വസിക്കുന്ന, ഞാൻ തമ്പിയുടെ ഹൃദയം കാണിച്ചപ്പോൾ നിങ്ങളെല്ലാം കണ്ടല്ലോ, ഇന്ന് മാൻസ് ആ സാത്താൻ എങ്ങനെ അവിടെ ആയിരിക്കുന്നു, അവൻ സിംഹാസനത്തിലായിരിക്കുന്ന അവസ്ഥ, അവനെ ഉപയോഗിക്കുന്നത്, അവന്റെ എല്ലാ സ്വഭാവങ്ങളും അവനിൽ കൂടെ അവൻ ലോകത്തിൽ പ്രകടിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രമാത്രം വലിയ ഒരു സംഭവത്തിൽ കൂടെ ഈ മനുഷ്യൻ കടന്നു പോവുകയാണ്. അവനെ തന്നെ, അല്ലെ, ബുദ്ധിമുട്ടിക്കുന്നു, എന്തെല്ലാം പ്രയാസങ്ങൾ അവൻ നേരിടുന്നു. അപ്പോൾ സ്പിരിച്വൽ റെലമിലുള്ളതായ ഒരു വലിയ സുപ്രീമസി യേശുവിനെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഏഴാമതായിട്ട് ഫിസിക്കൽ സ്റ്റോം ഹീലിംഗ്, അല്ലെ? അതായത് അവന് ഭൗതികമായിട്ടുള്ളതായ ആ കടലിനെ ശാന്തമാക്കുന്നത്, ഇവന് സൗഖ്യം കൊടുക്കുന്നതൊക്കെ ഫിസിക്കലാണ്. എന്നാൽ ഡീമൺസ് സാൽവേഷൻ, അവന് രക്ഷ കൊടുക്കുന്നതൊക്കെ സ്പിരിച്വൽ ആയിട്ട് വരുന്നുണ്ടെന്നതാണ്. എട്ടാമതായിട്ട് കമ്പാഷൻ ഫോർ ദ ഔട്ട്കാസ്റ്റ്, ആരോരുമില്ലാതെ, സമൂഹത്തിൽ ഒരു വിലയുമില്ലാതെ പുറന്തള്ളപ്പെട്ടിരുന്നതായ ഒരു മനുഷ്യനെ തേടി വരുന്ന ദൈവസ്നേഹത്തെ നമുക്ക് ഇതിൽ കൂടെ കാണുവാൻ തക്കവണ്ണം പ്രത്യേകം സാധിക്കുന്നുണ്ട്. ഒരു അൺവർതി മാൻ ബിക്കംസ് ഹിസ് മെസഞ്ചർ. ഒന്ന് ചിന്തിക്കാമോ? അവനെ ഞാൻ 5-1 മുതൽ 20 വരെ നമുക്ക് അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണല്ലോ. ഇവനെ കാണുമ്പോൾ ഇവൻ എങ്ങനെയുള്ളവനാ? യേശുവിനെ അറിയുന്നതിന് മുൻപ്, യേശു അവനെ തൊടുന്നതിന് മുൻപ്, യേശു അവനെ സൗഖ്യമാക്കുന്നതിന് മുൻപ് അവൻ എങ്ങനെയുള്ളവനായിരുന്നു നമുക്ക് കാണാം. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി, പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. എന്തോ ഒരു ശക്തി! ഇത്രയും 6000 പിശാചുക്കളുടെ ശക്തി ആവാഹിച്ചുകൊണ്ട് അവന്റെ ബലം, അവന്റെ ശക്തി അപാരമായിരുന്നു. ചങ്ങലകൾ പൊട്ടിച്ചു കളയുക എന്ന് പറയുമ്പോൾ അവന്റെ ആ ഊർജം എത്രയായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മനുഷ്യനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ, വാട്ട് വാസ് ഹി ബിഫോർ കമ്മിങ് ടു ജീസസ്? യേശുവിനെ കാണുന്നതിന് മുൻപ് he was possessed by legion, അല്ലെ? tormented by countless spirits. സംഖ്യ പറയുവാൻ സാധിക്കാത്ത വിധത്തില് ഇവരെ കൊണ്ട് സഹികെട്ട് കഴിയുന്നതായ ഒരു മനുഷ്യൻ. എ ലൈഫ് വിത്തൗട്ട് പീസ്, റിജക്റ്റഡ് ബൈ ഓൾ. ആരും, സമൂഹത്തിൽ ഒരു മനുഷ്യനും അവനെ നേരിടേണ്ട, അവനെ കാണണ്ട, ഭയമാണ്, അവനെ കാണുന്നതന്നെ ഭയമാണ്. 1. 2, ഡെല്ലിങ് എമംഗ് ടൂംസ്, അല്ലെ? ഒരു മനുഷ്യനും കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കാത്ത സെമിത്തേരിയില്, ഒരു ശവക്കോട്ടയ്ക്ക് അടുത്തുകൂടെ സന്ധ്യയായാൽ നടന്നു പോകുവാൻ നമുക്ക് ഭയമാണ്, അല്ലെ? നമ്മളിലൊക്കെ സാധാരണ ഒരു സൈക്കോളജിക്കൽ ഭയമാണ്.
എന്നാൽ ഈ മനുഷ്യൻ കഴിയുന്നത് അവിടെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈസ് കട്ട് ഓഫ് ഫ്രം ദ സൊസൈറ്റി, കട്ട് ഓഫ് ഫ്രം ദ സൊസൈറ്റി. സമൂഹം അവനില്ല, അവന്റെ വീട്ടുകാരില്ല, നാട്ടുകാരില്ല, ആരുമില്ലാതെ തനിയെ ശവക്കോട്ടയ്ക്ക് ഉള്ളിൽ കഴിയുന്നു. ലിവിങ് ഇൻ പ്ലേസസ് ഓഫ് ഡെത്ത് ആൻഡ് ഡാർക്ക്നെസ്. മരണത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്ഥലത്താണ് അവൻ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഈ വാസ് സ്ട്രിപ്ഡ് ഓഫ് ദ ഡിഗ്നിറ്റി നമുക്ക് കാണാം. നേക്കഡ്, ഡിസോണേർഡ്, അല്ലെ, ഡീഗ്രേഡഡ്, ഒരു നഗ്നനായിട്ട് വസ്ത്രമില്ലാതെ സമൂഹത്തില് എല്ലാ മാനവും വിട്ട് അവൻ ജീവിക്കുന്ന ഒരവസ്ഥ. ഹ്യൂമാനിറ്റി റെഡ്യൂസ് ടു ഷെയിം. ഓക്കെ, ഒരു ലജ്ജയിലേക്ക് മനുഷ്യത്വം മാറത്തക്കവണ്ണം ഈ മനുഷ്യൻ അധപ്പതിച്ച ഒരവസ്ഥയിലേക്ക് മാറിപ്പോയെന്ന് കാണുവാൻ സാധിക്കും. നാലാമതായിട്ട് ഹി വാസ് വയലന്റ് ആൻഡ് അൺറെസ്ട്രെയിൻഡ്, അല്ലെ, ഒരു ചങ്ങലയ്ക്കും അവനെ പിടിച്ച് വെക്കുവാൻ സാധിച്ചില്ല. ഈ സ്ട്രെങ്ത് ടേൺഡ് ഡിസ്ട്രക്റ്റീവ്. നമുക്കൊക്കെ ലഭിച്ചിരിക്കുന്ന ഒരു ക്രിസ്തുവിലാകുന്ന ഒരു ദൈവപൈതൽ ലഭിക്കുന്ന ശക്തി, ആർജവം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, 75 വയസ്സുള്ള ഐ എം 75 ഇയർ ഓൾഡ്. ഈ 75ാമത്തെ വയസ്സിലും ഇത്രയും വണ്ടി ഓടിച്ചു പോയി. ഞങ്ങളിപ്പം നമ്മുടെ ഏബ്രഹാമിന്റെ വീട്ടിൽ കടന്നുപോയി. ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് നേരെ അവിടെ പോയി 1 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ സുവിശേഷം പ്രസംഗിച്ച് അവിടെ നിന്ന് പിന്നെ ഡ്രൈവ് ചെയ്ത് മോടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം അവിടെ ആരാധിക്കുന്നു. പിന്നെ വൈകിട്ട് ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്റർ വിളിച്ച് 1.5 മണിക്കൂർ അവിടെ മെസ്സേജ്, ഹിന്ദിക്കാരോട് മെസ്സേജ്. ഇതെല്ലാം ചെയ്യാനുള്ള ഈ ഊർജവും ശക്തി ദൈവം നമുക്ക് നൽകി തരികയാണ്. അപ്പോൾ എനിക്ക് ലഭിക്കുന്ന ശക്തി, അല്ലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ശക്തി കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ളതാണ്. ഇവിടെ നാം കാണുന്നത് എന്തായിരുന്നു? ഹിസ് സ്ട്രെങ്ത് ടേൺഡ് ഡിസ്ട്രക്റ്റീവ്, നശിപ്പിക്കുന്ന ശക്തിയായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു ശക്തി നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ശക്തി വീണ്ടും നമ്മൾ പഴയ സംസ്കാരത്തിലേക്ക് പോകുവാനല്ല, അല്ലെ പഴയ കള്ളുകൂടിയിലേക്ക് മാറുവാനല്ല, അല്ലെ പഴയ തെറ്റായ പ്രവണതകളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നത് ചെയ്യുവാനല്ല ആ ശക്തി വീണ്ടും ഉപയോഗിക്കേണ്ടത്. ആ ശക്തി നാം ഉപയോഗിക്കേണ്ടത് യേശുക്രിസ്തുവിനെ സാക്ഷിപ്പാൻ, അല്ലെ, ടു ടെൽ അബൌട്ട് ജീസസ് ടു അതേഴ്സ്. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അല്പസമയം ദൈവസന്നിധിയിൽ ആ ശക്തിയിൽ ഇരുന്നു കൊണ്ട് കർത്താവിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുത്ത് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ തക്കവണ്ണം. നിങ്ങൾ പ്രേമ സജി കാണുന്നുണ്ട്, സജീവനെ കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണല്ലോ, ആക്സിഡന്റ് ആയി മുഴുവൻ ഒടിഞ്ഞ് സ്ട്രോക്ക് വന്ന് നടക്കുവാൻ പോലും കഴിയാത്ത ആ ബ്രദറ് നടക്കുന്നത് പോലും വാക്കിട്ട് വളരെ ബുദ്ധിമുട്ടി നടക്കുന്നു. സംസാരിക്കാൻ വയ്യ, സംസാരിച്ചാൽ നമുക്ക് ആർക്കും മനസ്സിലാകത്തില്ല. എന്നാലും ആ ശക്തിയിൽ ആ ചർച്ചിലിരുന്നു കൊണ്ട് അദ്ദേഹം പാട്ടുപാടാൻ ഉത്സാഹിപ്പിക്കും, അദ്ദേഹം കർത്താവിന്റെ വചനം അറിയിക്കാൻ പ്രയത്നിക്കും, സ്തോത്രം ചെയ്യും. ആർക്കും മനസ്സിലായില്ലെങ്കിൽ യേശുവിന് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ആ ശക്തി ഞാൻ പറഞ്ഞത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നാം നാം ഉപയോഗിക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പിന്നെ സെൽഫ് ഇൻഫ്ലിക്റ്റഡ് പെയിൻ അവൻ അനുഭവിക്കുകയാണ്, അല്ലെ, ക്രൈങ് ഔട്ട് ഡേ ആൻഡ് നൈറ്റ്, രാവും പകലും കരഞ്ഞുകൊണ്ട്, വുണ്ടിങ് ഹിംസെൽഫ് വിത്ത് സ്റ്റോൺസ്, കല്ലിട്ട് ഇടിച്ച് അവനെ തന്നെ ശപിച്ചുകൊണ്ട് അവൻ കഴിയുന്ന ഒരവസ്ഥ. ഫിയേർഡ് ആൻഡ് ഫോർസേക്കൻ, അല്ലെ, ഡേഞ്ചർ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് വലിയ ഒരു അപകടമായിട്ട്, ഭയങ്കര ഒരു ആപത്തായിട്ട് അവൻ മാറി എന്നുള്ളതാണ്. പീപ്പിൾ അവോയ്ഡഡ് ഹിം ആസ് എ ഹോപ്പ്ലെസ് കേസ്, അല്ലെ, ഒരു ഹോപ്പും ജീവിതത്തിൽ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ മാറി. സ്പിരിച്വലി എൻസ്ലേവ്ഡ്, അല്ലെ, ഐഡന്റിറ്റി സ്വാളോഡ് ബൈ ഡീമണിക് പവർ. അവൻ മനുഷ്യൻ, ഇന്ന വീട്ടിലെ ഇന്നാരുടെ മകൻ എന്നുള്ളതായ ആ പേരിന് അർഹനല്ലാത്ത വിധം അവനെ സാത്താൻ പിടിച്ചു വെച്ച് അവനെ ശല്യപ്പെടുത്തുകയാണ്. ഞങ്ങള് ഇപ്പോൾ പുല്ലാട് ഒന്ന് കടന്നുപോയി. ഞാൻ പറഞ്ഞ ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്റർ ഞങ്ങളെ വിളിച്ചു സുവിശേഷം അറിയിപ്പാൻ. ഞങ്ങളോട് ചെന്നപ്പോഴ് ഭയങ്കര ഒരു ഫിഗറാണ് അദ്ദേഹം. കാണാൻ ഒരു 6 അടി നീളം, വലിയൊരു ഫിഗർ, കണ്ടാ വലിയ ഗുണ്ട പോലെ ഇരിക്കും. അപ്പൊ ഞങ്ങളെന്തോ തമാശ പറയുമ്പോ ഞാനിങ്ങനെ ഈ കാര്യം പറയുമ്പോ ഞാൻ പറഞ്ഞിട്ട് പാസ്റ്ററെ കണ്ടാ ഭയങ്കര വലിയ പോലീസ് ഓഫീസറോ അല്ല സഹോദര, ഞാൻ ഗുണ്ടയായിരുന്നു. എന്നോട് പറയാ, ഞാൻ ഗുണ്ടയായിരുന്നു. പുല്ലാടിന്റെ പ്രദേശത്ത് ഞാൻ കള്ളു കുടിച്ച് തെക്ക് വടക്ക് നടന്നവനാണ്. ആ പാസ്റ്റർ പറയാം, ഇന്നിപ്പോ ഒരു 10, 68, 70 വയസ്സുള്ള പ്രായമുള്ള പാസ്റ്ററാ. കള്ളു കുടിച്ച് തെക്ക് വടക്ക് നടന്നതാണ്. കള്ളു കുടിക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ ഞാൻ ഒരു വീട്ടിലോട്ട് അങ്ങ് ചെന്ന് കയറും, അല്ലെ ഒരു കടയിലോട്ട് അങ്ങ് ചെന്ന് കയറും. ഞാൻ മുണ്ടൊക്കെ മടക്കി കുത്തി ഒന്ന് കൈയൊക്കെ മുകളോട്ട് ചുരുട്ടി റൗഡിയെപ്പോൾ ഞാൻ പറയും, എനിക്ക് 500 രൂപ വേണം, തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ എല്ലാം എടുത്തിട്ട് അടിക്കുമെന്ന് പറയും. നിന്നെ എല്ലാം എടുത്തിട്ട് അടിക്കും. ഞങ്ങളോട് പറഞ്ഞപ്പോൾ വായിൽ നിന്ന് പറഞ്ഞ സാക്ഷ്യമാണ്. ഞാൻ നിങ്ങളെ അടിക്കും, എനിക്ക് പൈസ തന്നേണ്ടത്. അവർ പേടിച്ച് 500 രൂപ എടുത്തു കൊടുക്കും. അതുകൊണ്ട് പോയി നല്ല 2 കുപ്പി മേടിച്ചിട്ട് അന്നിട്ട് കള്ളു കുടിക്കും.
എന്നിട്ട് ആ പുല്ലാടിന്റെ തെരുവിൽ, ആ മെയിൻ റോഡിന്റെ സൈഡുകളിൽ കിടന്ന് ഉറങ്ങിയ മനുഷ്യൻ. സത്യം പറഞ്ഞാൽ ആ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. ആ ഒരു മനുഷ്യൻ ഇന്ന് 8 സംസ്ഥാനങ്ങളിൽ ചർച്ചുകളുണ്ട്. അനേകർ, ഒരു 50-60 വടക്കേ ഇന്ത്യൻ വിശ്വാസികളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്നുണ്ടായിരുന്നത്. എന്നെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, മനുഷ്യനെ മാറ്റിയെടുക്കാം. അതെല്ലാം വിട്ട് അദ്ദേഹം പറയുകയാണ് ഇന്ന്. എന്നിട്ട് അദ്ദേഹം ആ പുല്ലാട്ട് തന്നെ ശുശ്രൂഷ തുടങ്ങി. അവിടെ തന്നെ ശുശ്രൂഷ. എന്തിന്? ലോകം അറിയണം, എന്റെ പുല്ലാടുകാർ അറിയണം, എനിക്ക് മാറ്റം വന്നത് അറിയണം. പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഴയ എല്ലാം വിട്ടിട്ട് നമ്മൾ ക്രിസ്തുവിലേക്ക് വന്നതാണ്. നമ്മുടെ സ്ഥലം അറിയണം, നമ്മുടെ കൂട്ടുകാർ അറിയണം, നമ്മുടെ വീട്ടുകാർ അറിയണം, അല്ലേ? എല്ലാത്തിനും ഇവിടെ നാം വായിക്കുമ്പോൾ, മുൻപോട്ട് പോകുമ്പോൾ, ഈ ഭൂതങ്ങൾ പിടിച്ചവന്, ശ്മശാനങ്ങളിൽ താമസിച്ചവൻ, നഗ്നന്, സമൂഹത്തിൽ നിന്ന് വേർപെട്ടവൻ, ക്രൂരന്, നിയന്ത്രിക്കാൻ ഒരു വിധത്തിലും ഒക്കാത്തവന്, എല്ലാവരും ഭയപ്പെട്ടിരുന്നവൻ, അല്ലേ? ഇതൊക്കെ അതിന്റെ ഷോർട്ട് നമുക്ക് പറയാൻ, അവനെ പറ്റിയുള്ളതായ ആഡ്ജക്റ്റീവ്സ് ഒക്കെ ഉപയോഗിക്കാൻ. കരഞ്ഞ് നിലവിളിച്ചും കൊണ്ട് തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ മനുഷ്യൻ. ഇതെല്ലാം ഇരിക്കുമ്പോഴാണ് യേശു കടന്നു ചെല്ലുന്നത്. യേശു അവനെ തൊട്ടു, അല്ലേ? യേശു അവനെ സൗഖ്യമാക്കി. പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അവനും ഈ സാത്താനൊക്കെ എതിർക്കുന്നുണ്ട്. പക്ഷെങ്കിൽ യേശു അവനെ സൗഖ്യമാക്കി. അവൻ കരഞ്ഞ് നിലവിളിച്ച് യേശുവിന്റെ കാൽപാദത്തിൽ വീഴുന്ന ഒരു രംഗം, അല്ലേ? വാട്ട് ഹി ബിക്കെയിം, ഒന്ന് ചിന്തിക്കുക, അധിക സമയമില്ല. വാട്ട് ഹി ബിക്കെയിം ആഫ്റ്റർ. യേശുവിനെ കണ്ടതിന് ശേഷം അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടു എന്നുള്ളത്. മുടിയനായ പുത്രനെ പറ്റി നാം വായിക്കുമ്പോൾ, അവൻ കടന്നുപോയി, അവന് കിട്ടിയത് എല്ലാ സമ്പത്തും കൊണ്ടുപോയി വേശ്യമാർക്ക് കൊടുത്ത്, കള്ളു കുടിച്ച്, എല്ലാ ദുഷ്ടതകളും ചെയ്ത്, പണം നശിപ്പിച്ച്, ഒടുവിൽ അവൻ എന്ത് പറ്റി? ആരും പണി കൊടുക്കാതെ, ജോലി കൊടുക്കാതെ, ആഹാരമില്ലാതെ, ഷേവ് ചെയ്യാതെ, കുളിക്കാതെ, വസ്ത്രമില്ലാതെ അധപ്പതിച്ച അവസ്ഥയിലായിരിക്കുമ്പോൾ അവന്റെ സുബോധത്തിലേക്ക് വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്, അല്ലേ? സുബോധം വന്നിട്ട് അവൻ അവിടെ തന്നെ കിടക്കുകയല്ല, അവൻ എഴുന്നേറ്റു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനോട് അടുക്കൽ പോകും, ഞാൻ പറയും, പിതാവേ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണം. ഇനി എന്നെ നിന്റെ മകനാക്കണ്ട, കാരണം ഞാൻ മകന്റെ എല്ലാ പദവിയും എടുത്തുകൊണ്ട് അങ്ങ് പോയതാണ്. ഇനി എന്നെ മകനാക്കണ്ട, എന്നെ എന്താക്കണം? എന്നെ നിന്റെ വീട്ടിലെ ഒരു വേലക്കാരനായിട്ട് അംഗീകരിക്കണം. എനിക്ക് ആഹാരമെങ്കിലും കിട്ടണം, എനിക്കത് മാത്രം മതി, എനിക്ക് പൈസയും വേണ്ട, എനിക്ക് നിന്റെ മകന്റെ പദവിയും വേണ്ട, എനിക്ക് ആഹാരം മാത്രമെങ്കിലും തരാൻ എന്നെ നീ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവിന്റെ അടുക്കിലേക്ക് വരികയാണ്. പക്ഷെ ആ പിതാവ് അവനെ ദൂരവേ കാണുന്നു, ഓടി ചെല്ലുന്നു. ഷേവ് ചെയ്യാതെ, താടി വളർത്തി, കുളിക്കാതെ, മുടി മുഴുവൻ പിരിഞ്ഞു കിടക്കുകയാണ്, വസ്ത്രം നാറുന്നതാണ്. ഒരു തെണ്ടക്കാരനെ പോലെ, ഭിക്ഷാടകനെ പോലെ, ആസ് എ ബഗർ ഹീസ് കമ്മിങ്. ഒരു മനുഷ്യനും അവനെ മനസ്സിലാക്കിയില്ല. അവന്റെ അയൽവക്കത്തുകാര് ആണ്, ഇന്ന വലിയ വീട്ടിലെ പിതാവിന്റെ മകനാ. ഒരു കുഞ്ഞുങ്ങൾ പോലും അവനെ കണ്ടവനെ മനസ്സിലാക്കിയില്ല. ഇതൊരു ഭിക്ഷാടകൻ വന്നു എന്ന് ചിന്തിച്ചു. പക്ഷെ ആ പിതാവ് ദൂരവേ നോക്കി അവന്റെ മോൻ വരുന്നത് കണ്ടു, ഓടി പുറത്തേക്ക് ചെന്നു, അവനെ കെട്ടിപ്പിടിച്ചു. അവന്റെ നാറ്റമൊന്നും അവന് വിഷയമല്ലായിരുന്നു, അല്ലേ? പിതാവിന് അവനെ കെട്ടിപ്പിടിച്ചു, അവനെ ചുംബനം ചെയ്തു. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ വന്നു, എന്റെ മകൻ പോയവനായിരുന്നു, നഷ്ടപ്പെട്ടു പോയവൻ മടങ്ങി വന്നു. ഇവന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, പിതാവേ, ഞാൻ പാപം ചെയ്തു, സ്വർഗത്തിനും നിനക്കും എതിര് പാപം ചെയ്തു, ഞാൻ. ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെങ്കിൽ പിതാവ് ഒന്നും കേട്ടതായിട്ട് പോലും കേൾക്കുന്നുണ്ടെല്ലാം, പക്ഷെ പിതാവ് കേൾക്കതായി നടിക്കാതെ ആനന്ദിക്കുകയാണ്. പശുവിനെ കൊണ്ടുപോവാ, കണ്ടിക്ക്, ഇവിടെ വലിയ ഉത്സവം, വലിയ വലിയ മേള, അല്ലേ? വലിയ ആഹാരം, വിരുന്ന് ഒക്കെ ഒരുക്ക്, വസ്ത്രം കൊണ്ടുപോവാ, ഷൂ കൊണ്ടുപോവാ, അവനെ മാറ്റ്, ബാർബറെ വിളിക്ക്, അവന്റെ താടി വടിക്ക്, അവന്റെ മുടി വെട്ട്, അവനെ കുളിപ്പിക്ക്. അയ്യോ, എന്തോ അവിടെ നടക്കുന്നത് ഒന്ന് ഒന്ന് കാണുക പ്രിയമുള്ളവരെ. അവന് ലഗ്യോനുണ്ടായിരുന്നവന് സുബോധത്തിലേക്ക് വന്നു. ആ സുബോധത്തിന്റെ വാക്ക ഞാൻ ഈ പറഞ്ഞു വന്നത്. അവൻ സുബോധം പൂണ്ടപ്പോൾ അവൻ ഉള്ളതെല്ലാം വിട്ട് കളഞ്ഞിട്ട് വീണ്ടും അവിടേക്ക് പോയില്ല. ആ പിതാവ് അവനെ മകനായിട്ട് സ്വീകരിച്ചു, അല്ലെ? സ്വന്തം മകനായിട്ട് സ്വീകരിച്ചു. ഇപ്പോൾ ഈ മനുഷ്യൻ യേശുവിനെ കണ്ട നിമിഷം മുതൽ എന്താണ് സംഭവിച്ചത്? ഡെലിവേർഡ് ബൈ ക്രൈസ്റ്റ്. അവന് വിടുതൽ ലഭിച്ചു എന്നുള്ളതാണ്. ആ ലഗ്യോനിൽ നിന്ന് വിടുതൽ, സാത്താനിൽ നിന്ന് വിടുതൽ, റെസ്റ്റോർഡ് ടു പീസ് ആൻഡ് ഹോൾനെസ്. അവനൊരു മുഴുവൻ മനുഷ്യനായിട്ട് മാറി, ഒരു ദൈവ പൈതലായിട്ട് മാറി. സമാധാനം അവന് ലഭിക്കുന്നു എന്നുള്ളതാണ്. നോ ലോങ്ങർ റെസ്റ്റ്ലെസ് ബട്ട് കാം. ശാന്തമായ ഒരു അന്തരീക്ഷത്തില് യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്ന ഒരു സംഗതി, അതല്ലേ? യേശുവിനെ ആരാധിച്ചുകൊണ്ട്, യേശുവിനെ ഉയർത്തിക്കൊണ്ട്, മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പാദാന്തികത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു. ക്ലോത്ത്ഡ് ഇൻ ഡിഗ്നിറ്റി.
അല്ലെ, കവേർഡ്, ഓണേർഡ്, റെസ്റ്റോർഡ്. അവൻ ഒന്നുമില്ലാത്തവനായി, നഗ്നനായി, സമൂഹത്തിന് വെറുത്തവനായി കഴിഞ്ഞൊരു മനുഷ്യൻ ഇപ്പോൾ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് ഇരിക്കുന്നു. റൈറ്റ് മൈൻഡില് ക്ലിയർ ഐഡന്റിറ്റി ആണത്. അവൻ ആരുടെ മോന്, എവിടുത്തേത്, എല്ലാം ലോകമറിയും. അന്ന് മുതൽ അവൻ വലിയൊരു സാക്ഷിയാകാൻ പോവുകയാണല്ലേ ആ സ്ഥലത്ത്, അല്ലേ. അവന്റെ സ്വന്തം സ്ഥലമാണ്, അവന്റെ ദിക്കാപോലീസ് ആണ്, ആ ആ ജാതികളുടെ മധ്യത്തിലാണ്. ദെക്കാപ്പോലിക്ക എന്ന് പറഞ്ഞാൽ 8 പട്ടണങ്ങൾ, 8 സിറ്റീസ്, നഗരങ്ങൾ ഒരുമിച്ച് ചേർത്തതാണ് ഈ ദെക്കാപ്പോലിക്ക പ്രവിശ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 ദേശങ്ങൾ, 8 നഗരങ്ങൾ അവന്റെ സാക്ഷ്യം കേൾക്കുവാൻ പോവുകയാണ്. അപ്പോൾ ഇവന് പിന്നെ കമ്മീഷൻ ആസ് എ വിറ്റ്നസ്. യേശുവിനോട് ഇവൻ എന്താ പറയുന്നത്? യേശുവെ, നീ അങ്ങ് പോകുമ്പോൾ ഞാനും കൂടെ വരിക, ആ വള്ളത്തെ ഞാനും കൂടെ വരിക, നീ ഇരിക്കുന്നിടത്തൊക്കെ ഞാനും ഇരിക്കണം, നീ പ്രസംഗിക്കുന്നിടത്തൊക്കെ ഞാനും നിൽക്കാം, നീ പ്രസംഗിക്കുമ്പം ഞാൻ എന്ത് പറയും? എന്റെ സാക്ഷ്യം പറയും, അല്ലേ. അയ്യോ യേശു ക്രിസ്തു, അപ്പം ഞാനിപ്പോ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരാൾ എന്റെ കൂടെ വരിക. അപ്പൊ ഞാനങ്ങോട്ട് സുവിശേഷം പ്രസംഗിച്ച് കഴിയുമ്പം അദ്ദേഹം വരിക. കാൺപൂരിൽ വെച്ചൊരു സർദാർജിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് 15 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന സർദാർജിക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞ് അവൻ രക്ഷയിലേക്ക് വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, തലക്കെട്ട് പകിടിയും വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ വരുന്നത്. അപ്പൊ അവൻ പറയും, അങ്കിളെ ഞാൻ ഇത് ഊരത്തില്ല, അങ്കിളെ ഞാൻ ഊരുന്നില്ല, പകുതി അവിടെ ഇരിക്കട്ടെ, അതാണ് എന്റെ സാക്ഷ്യം. കാരണം സർദാർജിയായ ഞാൻ യേശുവിനെ അറിഞ്ഞു എന്ന് ഇവർ അറിയണം. ഈ പകുതി വെച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് പറയും, 15 വർഷം എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, അമ്പലം തോറ്റു, ഗുരുദ്വാര തോറ്റു, മറ്റൊരുപാട് സന്യാസിമാര് തോറ്റു, എന്നെ കൊണ്ടുപോയി എനിക്ക് തരാൻ വിചാരിച്ച ഡോക്ടർമാരെല്ലാം തോറ്റു. യേശു ക്രിസ്തു ജയിച്ചു, യേശു ക്രിസ്തു തന്നു, യേശു ക്രിസ്തു എന്നെ രക്ഷിച്ചു. അവന്റെ സാക്ഷ്യം ഭയങ്കരമായിരുന്നു. അപ്പൊ എനിക്കെന്താ വലിയ സന്തോഷമാ. ഞാൻ പോകുന്നിടത്തൊക്കെ സുവിശേഷം പറയുമ്പം കുൽവന്ത് സിംഗ് എഴുന്നേറ്റ് അങ്ങ് നിൽക്കും. കുൽവന്ത് സിംഗ് കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, യേശു, അതെ, ഈ അങ്കിള് പറയുന്നത് ശരിയാ, ഈ അങ്കിള് പറയുന്ന സുവിശേഷം കറക്റ്റാ, ഞാനതിന് സാക്ഷിയാണ്, എന്റെ ജീവൻ നശിച്ചു പോയതായിരുന്നു, എന്റെ കുടുംബം നശിച്ചതായിരുന്നു, എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് അവനൊരു സാക്ഷ്യം പറയാൻ. അപ്പൊ ഈ മനുഷ്യൻ പറയുകയാണ് യേശുവിനോട്, യേശുവെ, നീ പോകുന്നിടത്തൊക്കെ ഞാൻ വരാം, അല്ലേ. അപ്പൊ നമ്മളാ യേശുവിന്റെ സ്ഥാനത്തേക്ക് എന്ത് പറയും? ആ മോനെ പോരെ, കാരണം എന്റെ മിനിസ്ട്രിക്ക് ഒരു വലിയ പിൻബലമാണ്, അല്ല, നീ വരാനൊക്കെ പറഞ്ഞു തരും. പക്ഷെങ്കിൽ യേശു എന്താ അവനോട് പറഞ്ഞത്? യേശു എന്താ പറഞ്ഞത് അറിയാമോ? ആ ഭാഗം നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കണം. നീ ചെന്ന്, നീ എന്റെ കൂടെ വരണ്ട, എനിക്കറിയാം, ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇപ്പൊ എന്റെ കൂടെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിന്റെ കൂടെ എന്നും ഉണ്ട്. അപ്പൊ നീ പോണം. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ വായിച്ചത്? നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കണം എന്ന് അവനോട് പറഞ്ഞു. നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക. എവിടെയാണ് നമ്മളെ മിനിസ്ട്രി തുടങ്ങേണ്ടത്? രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എവിടെയാ മിനിസ്ട്രി തുടങ്ങേണ്ടത്? സുവിശേഷീകരണം തുടങ്ങേണ്ടത് സ്വന്തം ഭവനത്തിൽ, സ്വന്തം വീട്ടിൽ, സ്വന്തം നാട്ടിൽ, സ്വന്തം സമൂഹത്തിൽ, സ്വന്തം ചർച്ച് മെമ്പേഴ്സിന്റെ അടുത്ത്, അല്ലെ, നമ്മുടെ സമൂഹത്തിന്റെ ആ മധ്യത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, ഇവരെല്ലാം അറിയണം. നമ്മുടെ അങ്കിളന്മാര് ഒക്കെ അറിയണം, അല്ലെ. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒത്തിരി കാണും. ഒരു പക്ഷെ അങ്കിള് വികാരിയായിരിക്കാം, അച്ഛനായിരിക്കാം, പ്രശ്നം പ്രയാസമൊക്കെ ഒത്തിരി കടന്നു വരാൻ, പ്രിയമുള്ളവരെ. എന്നാൽ അവിടെ സാക്ഷിയായിട്ട് നീ നിൽക്കണമെന്നാണ് യേശു അവനോട് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഭവനത്തിനുള്ളിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചൊരു ദൈവപൈതലായി തീർന്നു കഴിഞ്ഞാൽ, പണ്ടൊരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, അവന്റെ വീട്ടിലെ നായ പോലും അതറിയും. നായ എന്ന് പറഞ്ഞാൽ പട്ടി, അതല്ലേ. അവന്റെ വീട്ടിലെ നായ പോലും അവൻ രക്ഷിക്കപ്പെട്ടത് അറിയും. എങ്ങനെയാ നായ അറിയുന്നത്? ഇന്നലെ വരെ വരുമ്പോഴുണ്ടല്ലോ, 2 കുപ്പി അടിച്ച് കയറ്റിയിട്ട് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നിട്ട് കതക് തള്ളി തുറക്കും, ഇടിച്ച് തൊഴിച്ച് കതവ് തുറക്കും. എന്നിട്ട് ഭാര്യ ഇങ്ങോട്ട് വരുമ്പം കാരണത്ത് 2 എണ്ണം കൊടുക്കും, അല്ലേ. അന്നേരമാണ് ഈ പട്ടി പാവം വാല് മാട്ടിക്കൊണ്ട് വരുന്നത്. കാരണം യജമാനനാ, അല്ലേ. ഈ യജമാനനെ കണ്ട സന്തോഷത്തിൽ അവൻ വളരെ വിശ്വസ്തനായിട്ട് വാല് മാട്ടി ഇങ്ങോട്ട് വരുമ്പോ ആ പട്ടിക്കൊട്ട് ഒറ്റ തൊഴി കൊടുക്കും, അല്ലേ. കാരണം ഈ കള്ള ഉള്ളി കിടക്കുന്നത്, അവനല്ല പ്രവർത്തിക്കുന്നത്, അകത്ത് പിശാച് കിടക്കുകയാണ്. അപ്പോൾ ഈ പട്ടിയെപ്പോലും തോഷിച്ചിരുന്നു. പക്ഷെ ഇന്ന് സ്തോത്രം, രക്ഷിക്കപ്പെട്ടു, പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ സന്തോഷമായി സ്വീകരിച്ചു. ഇന്നിപ്പം വീട്ടിലേക്ക് വരിക, എന്താ സംഭവിക്കുന്നത്? പട്ടി വന്നു, ഭാര്യ വന്നു, കതക്
തള്ളി തുറന്നില്ല, അല്ലെ? തൊഴിച്ചു തുറന്നില്ല. ഭാര്യ തുറന്നു കൊടുത്തു. ഭാര്യയെ കണ്ടതും അവളെ കെട്ടിപ്പിടിച്ച്, സോറി മോളെ, ഇന്നലെ വരെ ഞാൻ എന്തുമാത്രം ശല്യം നിനക്ക് ചെയ്തു, അല്ലേ? എന്നോട് നീ ക്ഷമിക്കണം. അവൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഈ പട്ടി വരുന്നത് കേട്ടോ. വാലുമൊക്കെ ആക്കി ഇന്നലെ വന്ന പോലെ ആ പട്ടി, ഇന്നലെ തൊഴിവുണ്ടെങ്കിലും ആ പട്ടി അതങ്ങ് മറക്കും. കാരണം യജമാനനാണല്ലോ, വിശ്വസ്തനാണ്. അപ്പോൾ വാലുമായിട്ട് അങ്ങോട്ട് വരുന്ന പട്ടിയെ അവൻ തലയൊന്ന് തിരുമ്മി ആ പട്ടിയെ സ്നേഹിക്കുകയാണ്. അപ്പൊ പട്ടിയെ നോക്കുക, ഇന്നെന്ത് പറ്റി? എന്നും എനിക്ക് തൊഴി കിട്ടിക്കൊണ്ടിരുന്നതാ, അല്ലേ? എനിക്ക് തൊഴി കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇന്ന് എന്ത് പറ്റി? വ്യത്യാസം അവരുടെ ജീവിതത്തിലേക്ക് വരികയാണ്. പറയുന്നത് നമ്മൾ പ്രത്യേകം അത് ഓർക്കേണ്ടത് ആവശ്യമാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ക്രിസ്തുവിനെ അംഗീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ സാക്ഷ്യം നമ്മുടെ വീട്ടിനുള്ളിലായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ വീട്ടുകാർ അറിയണം വന്ന ചേഞ്ച്. നമ്മുടെ വളർത്തു മൃഗങ്ങൾ പോലും അറിയണം എനിക്ക് നിങ്ങൾക്കും വന്നതായ ചേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ചുറ്റുപാട് അറിയും, അയൽപക്കത്തുകാർ അറിയും, സമൂഹം അറിയും. അയ്യോ, ഇവൻ ഇങ്ങനെ കടന്നു, അല്ലയോ ഇവന് ഇപ്പൊ ഞങ്ങളുടെ ഈ ട്രൈബൽ മിഷനിലൊക്കെ എല്ലാം കള്ളു കുടിച്ച് നടക്കുന്ന ആണുങ്ങളാ. അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങൾ ട്രൈബൽ മിഷനിൽ കൂടെ ഞങ്ങളെല്ലാം ചെന്നിട്ട് സുവിശേഷം അറിയിച്ച് അവരെ എല്ലാം മാനസാന്തരപ്പെടുത്തി ഭയങ്കര ഇതാണ്. അന്നേരം ചെല്ലും സുവിശേഷ വിരോധികള്, പോലീസിനെയും കൊണ്ട് ചെല്ലും. ഇവർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു, ഇവർ മതം മാറുന്നു. അയ്യോ, കഴിഞ്ഞിടെ അങ്ങോട്ട് സംഭവം ഉണ്ടായി അട്ടപ്പാടി വെച്ച്. ആ പെണ്ണുങ്ങളെല്ലാം കൂടെ ഈ ട്രൈബൽ മിഷൻ ട്രൈബൽ ഗ്രൂപ്പിലെ സ്ത്രീകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഇങ്ങ് വന്ന ഇൻസ്പെക്ടറെ അങ്ങ് അഭിസംബോധന ചെയ്തു. ഇൻസ്പെക്ടർ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഇവരുടെ കംപ്ലൈന്റ് കേട്ടോണ്ടോ ഞങ്ങൾ മതം മാറിയെന്നോ? നിങ്ങൾക്കൊക്കെ നാണമില്ലേ, ലജ്ജയില്ലേ ഇത് പറയാന്? അയ്യോ, ഈ സാധുക്കളായ ദൈവദാസന്മാർ, പ്രായമുള്ള ഇവരൊക്കെ എവിടുന്നെല്ലാം വന്ന് ഞങ്ങളോട് സുവിശേഷം യേശുവിനെ പറ്റി പറഞ്ഞു, ഞങ്ങളെ മാറ്റിയെടുത്തു. ഈ ഭർത്താക്കന്മാര് കുടിച്ചു പെടുത്ത് ഇവര് വഴിയോരം കിടക്കുമ്പം ഇവരാരുമില്ലായിരുന്നു. ഈ സുവിശേഷ വിരോധികൾ ആരും വന്ന് ഇവരെ മാനസാന്തരപ്പെടുത്താനില്ലായിരുന്നു. ഇവര് വന്ന് മാനസാന്തരപ്പെടുത്തി ഞങ്ങളുടെ ജീവിതം മാറി, ഞങ്ങളുടെ കുടുംബങ്ങൾ മാറി, ശാന്തതയും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിലായി. ഇപ്പോഴാണോ നിങ്ങൾ ഇതിനെതിരെ പറയാൻ വന്നിരിക്കുന്നത്? നിങ്ങൾ പോയില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം DAG എടുക്ക പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പേടിപ്പിച്ചാണ് അവരെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, വലിയ മാറ്റം സുവിശേഷത്തിന് വരുത്തുവാൻ സാധിക്കും. ഭവനത്തിനുള്ളിൽ വലിയ ചേഞ്ച് വരുവാൻ സാധിക്കും. നമ്മുടെ സമയമായാലും ഞാൻ ഇവിടെ നിർത്തട്ടെ. ദൈവം കൃപയാല് തന്റെ ആ പ്രിയപ്പെട്ടവനെ രക്ഷിച്ചത് മൂലം എന്തോ ഒരു ചേഞ്ച് അവന്റെ വീട്ടിൽ, അവന്റെ കുടുംബത്തിൽ വരുവാൻ ഇടയായി എന്നുള്ളതാണ്. അപ്പോൾ ആ ബന്ധനത്തിൽ നിന്ന് വലിയൊരു വിടുതൽ ലഭിച്ചിട്ട് ആ കല്ലറയിൽ നിന്ന് അവനൊരു സാക്ഷിയായിട്ട് മുൻപോട്ട് വരുന്നു എന്നുള്ളതാണ്. ഇന്ന് പറയുവാൻ ഒത്തിരി കാര്യം. ഇന്ന് അവൻ മോചിതനാണ്, സ്വതന്ത്രനാണ്, വസ്ത്രം ധരിച്ച് ശരിയായ മനസ്സിൽ സുബോധത്തിൽ ജീവിക്കുന്നവനാണ്, മാന്യനായി മാറുകയാണ്, സമൂഹത്തിൽ വീണ്ടെടുത്തവനാണ്. ദൈവത്തിന്റെ കരുണയെ സാക്ഷീകരിപ്പാൻ തക്കവണ്ണം ഒരു മിഷനറി ആയിട്ട് ദൈവം അവനെ അയക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നലെ വരെ ആർക്കും വേണ്ടാതെ കിടന്നവൻ, അല്ലെ, അവജ്ഞയോടുകൂടി നോക്കിയത്. നമ്മളൊക്കെ ഓർക്ക് ചിലക്ക് നമ്മളൊന്ന് ഷോ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വലിയ സ്ഥാനമൊന്നും ഇല്ല. നമ്മളെ അവജ്ഞയോടെയാണ് മനുഷ്യർ മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് നാം ഓർക്കണം. അപ്പോൾ ഇതെല്ലാം വിട്ടുമാറി മാന്യനായി സമൂഹത്തിൽ സ്ഥാനമുള്ളവനായിട്ട് ഇതാ ഒരു മനുഷ്യൻ മാറുന്നു എന്ന് കാണാം. അതിന്റെ അവസാനം നമുക്ക് ചിന്തിക്കേണ്ടത്, യേശുവിന് എത്തപ്പെടുവാൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. എത്ര വലിയ ക്രൂരമായ ഹൃദയമാണെങ്കിലും, ദുഷ്ടതയേറിയ ഹൃദയമാണെങ്കിലും, നശിച്ചു കിടക്കുന്ന ഒരു ഭവനമാണെങ്കിലും യേശുവിന് അവിടെ എത്തിച്ചേരുവാൻ ഇടയാകുമെന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ ദക്കപ്പോലിക്കയിലേക്ക് ഈ ശിഷ്യന്മാരുമൊത്ത് കടന്നു പോയിട്ട് വലിയ ഒരു ചേഞ്ച് അവിടെ വരുത്തുവാൻ തക്കവണ്ണം അവിടെ ഇടയായതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ നാം എന്തായിരുന്നു എന്ന് ഓർത്തുകൊണ്ട്, എന്തിൽ നിന്ന് എന്തിലേക്ക് നാം വന്നു, അല്ലെ, നമ്മുടെ ആ ജീവിതം, നമുക്കുണ്ടായ എല്ലാ പരീക്ഷകളും മാറി ഇന്ന് ക്രിസ്തുവിന്റെ മിഷണറിമാരായിട്ട്, ക്രിസ്തുവിന്റെ സന്ദേശവാഹകരായിട്ട് എന്നെയും നിങ്ങളെയും കർത്താവ് നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അതൊന്നും ഓർക്കണം. കർത്താവിന്റെ രക്ഷ നാം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സാക്ഷിയായിട്ട് നമ്മുടെ എല്ലാ പഴയ രീതികളും വിട്ടുമാറി നാം കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ഒരു മനുഷ്യന്റെ ജീവിതം അതിന് നമുക്ക് ഉദാഹരണമാകട്ടെ. ഈ കല്ലറയിൽ കഴിഞ്ഞ മനുഷ്യന്റെ അവനെല്ലാം മാറി ഇന്ന് സമൂഹത്താൽ സ്വീകരിക്കപ്പെട്ട് അവൻ ഇന്ന് കടന്നുപോയി സാക്ഷീകരിക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും, അല്ലേ? ഇന്നലെ വരെ ഇരുന്നവൻ ഇങ്ങനെ ഇരിക്കുന്നവനെ കണ്ടിട്ടാണ് ആ ജനം പറഞ്ഞത്. അവർ ഭയപ്പെട്ടു പോയി. കാരണം ഇവൻ ഇങ്ങനെ ചേഞ്ച് വന്നത് എങ്ങനെയെന്നുള്ളതാണ്. യേശുവിനോട് ഇവിടെ വരണ്ട, നീ അതിർത്തി വിട്ട് പോകാനൊക്കെ യേശുവിനോട് പറയുന്നത്. കാരണം ബാക്കി എല്ലാവർക്കും സംഗതിയാ. അവൻ ആ കല്ലറയിൽ കിടക്കുമ്പോൾ ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെങ്കിൽ അവൻ സൗഖ്യം പ്രാപിച്ച് സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ച് ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവനോട് പ്രശ്നങ്ങൾ ആൾക്കാർ തുടങ്ങുന്നത്. എതിരുകൾ വരാൻ, പ്രിയമുള്ളവരെ, പ്രശ്നങ്ങൾ വരാം. അത് ഓർക്കണം. നമ്മൾ ഒരു പക്ഷെങ്കിൽ ക്രിസ്തുവിലേക്ക് ആകുമ്പോൾ കുടുംബത്തിൽ നിന്ന് കലഹങ്ങൾ ഉണ്ടാകും,
നമ്മുടെ ബന്ധക്കാരൊക്കെ അവിടുത്തെ പ്രമാണിമാരായിരിക്കും. അവർക്കൊക്കെ ഒരു അവജ്ഞയായിട്ടൊക്കെ നമ്മളോട് തോന്നാം. പക്ഷെങ്കിൽ നാം എടുത്തിരിക്കുന്ന തീരുമാനം ഏറ്റവും വലിയ തീരുമാനമാണ് ദൈവത്തിൽ. കാരണം ഒരാത്മാവെന്ന് പറയുന്നത് സർവ്വഭൂഖണ്ഡത്തെക്കാളും ദൈവത്തിന് വിലപ്പെട്ടതാണെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ആത്മാവിനെ രക്ഷിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസ്ഥനിൽ ജീവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം.